ഇതിപ്പോ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുന്ന സ്ഥിതിയിലാണല്ലോ ഇപ്പോ. അത് ഹോസ്പിറ്റലാകാം, സ്കൂളാകാം, പൊതുസ്ഥലങ്ങളാകാം, എന്തുമാകാം. ഇപ്പൊ സ്കൂളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. എപ്പോഴും ചെറിയ കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും പ്രാഥമിക ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ കെയർ എടുക്കണം എന്നൊക്കെ എല്ലാ അധ്യയന വർഷവും നമ്മൾ പറയാറുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അതിനെ സംബന്ധിക്കുന്ന ഉത്തരവുകളൊക്കെ ഇറക്കാറുണ്ട്, സർക്കുലറുകളൊക്കെ ഇറക്കാറുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് ഇത് ആവർത്തിക്കുകയാണ്. ഇപ്പോ അവിടെ മാനന്തവാടിയിൽ അന്ന് ആ ഷഹല എന്ന പെൺകുട്ടിയെ പാമ്പ് കടിയിട്ട് മരിച്ച സംഭവം, അതിപ്പോഴും ആ ദാരുണമായ സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇന്നും തൃശ്ശൂർ ഒരു സ്കൂളിൽ ഒരു മൂർഖൻ പാമ്പ് 3ാം ക്ലാസ്സിലെ ടേബിളിന്റെ പുറത്ത് കയറിയിരുന്നു എന്നാണ്, കുട്ടികൾക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണല്ലോ ഇപ്പോ വരുന്ന വാർത്തകൾ. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നു, മുഖം രക്ഷിക്കാൻ ചില നടപടികൾ എടുക്കുന്നു, അങ്ങനെ പോവുകയാണ്. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തുക. ഇപ്പോ ഈ പറയുന്ന ഡെവലപ്പർ സ്കൂളിനെ സംബന്ധിച്ച്, ബോയ്സ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് അവിടുത്തെ ഹെഡ് മിസ്ട്രസിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിൽ ആണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു സിസ്റ്റം ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം റൺ ചെയ്യുന്നവരുടെ പരാജയം എന്നാണ് അതിന്റെ അർത്ഥം. സിസ്റ്റം റൺ ചെയ്യുന്നത് ആരാണ്? വിദ്യാഭ്യാസ വകുപ്പാണ്, സർക്കാരാണ്, KCB ആണ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പഞ്ചായത്താണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ നമ്മളെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കവേ അവര് ശരിയാണ്. ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ഈ സ്കൂൾ മാനേജ്മെന്റ് ആരാ? CPM ആണ്. ഈ സ്കൂൾ മാനേജ്മെന്റ് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ ആ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായി CPM അതിന്റെ ഉത്തരവാദിത്തം എടുക്കണം. അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ആരെയാണ് അപ്പൊ അതിൽ സസ്പെൻഡ് ചെയ്യുക? ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആരെയാണ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുക? അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ റൺ ചെയ്യുന്ന ആളുകൾ, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ റൺ ചെയ്യുന്നു, അത് അവരതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എടുക്കണം. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഉത്തരവാദിത്തം എടുക്കണം. ധാർമ്മികമായും നിയമപരമായും ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് വേണം ഹെഡ് മിസ്ട്രസിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഹെഡ് മിസ്ട്രസിന്റെ ഉത്തരവാദിത്തമുണ്ട്, അവിടുത്തെ അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട്, അവിടെ KCB-ക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇപ്പം വൈദ്യുതി ലൈനും ബിൽഡിങ്ങും തമ്മിലുള്ള മിനിമം പാലിക്കേണ്ടുന്ന അകലം പോലും ഇല്ലായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എത്രയോ മാസങ്ങളായി അവിടെ കണ്ടുകൊണ്ടിരുന്ന, മാസങ്ങളല്ല വർഷങ്ങളായല്ലോ. അപ്പോൾ ഒരു നടപടി എടുത്തില്ലല്ലോ. അപ്പൊ ആ അനാസ്ഥയുടെ ഇരയാണല്ലോ നിതിൻ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിരുന്നു. നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സംസാരിക്കുക എന്നുള്ളതാണല്ലോ, അല്ലാതെ ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എന്തുണ്ടാകും എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞത്, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച് നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഉച്ചഭക്ഷണം പോലും പല സ്കൂളുകളിൽ കൊടുക്കാൻ പറ്റാത്ത പ്രതിസന്ധിയുണ്ട്. കാരണം സർക്കാർ ഫണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് മിനിമം ഫണ്ട് കൊടുക്കുന്നില്ല. പ്രഥമാധ്യാപകർ ഇറങ്ങി അവിടെ ഫണ്ട് പിരിച്ച് സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന നൂറുകണക്കിന് സ്കൂളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, എങ്ങനെ നമുക്ക് ഈ പ്രശ്നം അഡ്രസ് ചെയ്യാം, ഇതിന്റെ മൂലകാരണങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം, ഒരു പഠനം അത്യാവശ്യമായിരിക്കുന്നു. അതല്ലാതെ നമ്മൾ ഇതില് എന്താ പറയാ, ഒരു പെരിഫറൽ ആയിട്ടുള്ള ചില മരുന്നുകൾ കൊണ്ട് നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആർഷ പറയുന്നത് നടപടി എടുത്തു കഴിഞ്ഞു. എത്ര കേസിലാണ് ഇപ്പൊ നടപടി എടുക്കുമെന്ന് പ്രസ്താവിച്ചിട്ടുള്ളതും ചില്ലറ ഓർണമെന്റൽ ആയിട്ടുള്ള നടപടി എടുത്തിട്ടുള്ളതും. പിന്നീട് എന്ത് സംഭവിച്ചു?